ഹലോ, ഏറ്റവും സിമ്പിൾ വേയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് നമ്മുടെ തരിരവ. എങ്കിലും അത് ഉണ്ടാക്കിയാൽ ഫ്ലോപ്പ് ആയി പോകാനുള്ള ചാൻസ് വളരെ ഹൈ ലെവലാണ് അല്ലേ? കാരണം അത് മിക്കവാറും നമ്മൾ ഉണ്ടാക്കുമ്പോൾ സ്റ്റിക്കി ടൈപ്പ് ആയി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ അല്ലാത്തൊരു ഐറ്റത്തിന്റെ റെസിപ്പി ഒന്ന് കാണാം കേട്ടോ. ഇവിടെ ഞാൻ വെളിച്ചെണ്ണയും RKG ആണ് കേട്ടോ ആദ്യം ഒഴിച്ചത്. അതിലോട്ടേക്ക് തന്നെ നമ്മുടെ കടുകും അതുപോലെ തന്നെ ഉഴുന്നും കൂടി ഇട്ടൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഈ ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വറ്റൽമുളകും കറിവേപ്പിലയും ചേർക്കാം. ഞാനത് ഈ ഒരു പ്രിപ്പറേഷനിൽ ലാസ്റ്റാണ് കേട്ടോ ചേർക്കുന്നത്. അതൊന്ന് സെറ്റായി വരുമ്പോൾ നമുക്ക് ഉള്ളിയും അതുപോലെ തന്നെ ക്യാരറ്റും ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി മിക്സ് ആക്കി എടുക്കാം. പിന്നെ നമുക്ക് വെള്ളം ഒഴിക്കാം കേട്ടോ. ഞാൻ എത്രയാണോ റവ എടുക്കുന്നത് അതിനേക്കാൾ ഒരു 1/4 കപ്പ് കൂടുതൽ വെള്ളമാണ് ഈ ഒരു പ്രിപ്പറേഷനിൽ ചേർക്കുന്നത് കേട്ടോ. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് റവ ഇതിലോട്ടേക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. ഇത് ഞാൻ ഓൾറെഡി വറുത്ത് വെച്ച റവ ആയതുകൊണ്ടാണ് വീണ്ടും വറക്കാത്തത്. നിങ്ങൾക്ക് വറക്കാത്ത റവയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് RKGയും റവയും കൂടെ മിക്സ് ആക്കി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാവുന്നതാണ് കേട്ടോ. ദെൻ നമുക്ക് നല്ല സിമ്മിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി എടുക്കാവുന്നതാണ്. അതിനിടക്കൊക്കെ ഒന്ന് RKG തൂത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റിക്കി ടൈപ്പൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്പർ 1 പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് തന്നെ കുറച്ചുകൂടെ വെള്ളമൊക്കെ കൂട്ടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചറിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. ആ ഒരു വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കണ്ടുകൊടുക്കുന്ന എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂ. ഇതിൻ്റെ നെക്സ്റ്റ് ഒരു ടൈപ്പ് ഉണ്ടാക്കൽ നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ. താങ്ക്